നമസ്കാരം. ആരോ ഒരാളിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമാ മനതാരിൽ കുളിരുന്നൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ തളിരുള്ള കുളിരോർമ്മയാണെൻ്റെ ബാല്യം. ഈ മനോഹരമായ ഗാനം നമുക്ക് സമ്മാനിച്ച, അതുപോലെ ഒട്ടനവധി കവിതകളും മലയാളിക്ക് സമ്മാനിച്ച പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്തേ. ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെന്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായും തേക്കും അതു കാണേ കളിയാക്കുമിളനോമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർ. നമ്മുടെ വിഷയം ആരോ ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ ശക്തിയായി നിൽക്കുകയോ എന്തിനേലൊക്കെ പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തി, പിന്നെ എവിടേക്കോ മറഞ്ഞു പോയ ഒരാൾ, നമുക്ക് എന്തൊക്കെ സംഭാവനകൾ നൽകിയോ അത്തരത്തിലൊരു ആൾക്കാരെ തേടുന്നൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം അത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു എന്തെങ്കിലുമൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ സുധി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ധാരാളം സാധാരണക്കാരുടെ ഇടയിലൂടെ കവിത ചൊല്ലി യാത്ര ചെയ്യുന്നൊരു കവി എന്ന നിലയിൽ എനിക്ക് അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ നമ്മുടെ ഹൃദയത്തിലേക്ക് വല്ലാതെ കടന്നു വരികയും പിന്നെ ഒരിക്കലും കാണാൻ കഴിയാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനൊരിക്കലൊരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അവൻ എന്നോട് ചോദിച്ചു, സാർ മുരുകൻ കാട്ടാക്കടയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലല്ലേ, സാറിനെ കണ്ടാൽ മുരുകൻ കാട്ടാക്കടയെ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇത്ര കറുപ്പല്ല പുള്ളി, എന്നാലും സാറിനെ കണ്ട പറയില്ല. അപ്പോൾ ഞാൻ അയാളുടെ ഇങ്ങനെ എന്നെക്കുറിച്ച് എന്നെ ചോദിച്ചു. അപ്പോൾ എൻ്റെ കവിതകളെല്ലാം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം ഞാൻ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളും അറിയാത്ത ഒരു ആളിനോടൊപ്പം രാത്രി 12:30 മണിക്ക് ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പിന്നെ അമൃത എക്സ്പ്രസ്സിൽ രാത്രി 1 മണിക്കോ 2 മണിക്കോ പുള്ളി എന്നെ കൊണ്ട് കയറ്റി വിട്ടു. എന്ന് വരെ പിന്നെ പുള്ളി എന്നെ വിളിക്കുക. അല്ല, അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിച്ച വേർപാടുകളിലൊന്ന് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, എൻ്റെ ആത്മസുഹൃത്ത്. എനിക്ക് കുറേ ആത്മസുഹൃത്തുക്കളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് സതീഷ് എന്ന് പറയും. ഞാൻ +2 എന്ന് പറയുന്ന അന്നത്തെ പ്രീ ഡിഗ്രി കാലം മുതൽ ഒരുമിച്ച് പഠിക്കുകയും എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഗണപതി, സതീഷ് എന്നൊക്കെ പറയും, കുറേ സുഹൃത്ത്. അതിൽ ഈ സുഹൃത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. കളഞ്ഞുപോയ സുഹൃത്ത് എന്നാണ് ആ കവിതയുടെ പേര്, കളഞ്ഞുപോയ സുഹൃത്ത്. കാരണം ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം സ്വപ്നത്തിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് യാത്ര ചെയ്യുന്നത് കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചാടി എണീക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനകത്തുണ്ടായ വികാരങ്ങൾ അപ്പോൾ തന്നെ രാത്രി തന്നെ ആ നിമിഷത്തിൽ എഴുതി വെച്ചിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഉണ്ടായ ഒരു കവിതയാണ് ഈ കളഞ്ഞുപോയ സുഹൃത്ത്. കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തെ, നിൻ കനലു ചിന്തുന്ന വാക്കിൻ്റെ തീരത്ത്, കടല് കാണുന്ന കുട്ടിയെപ്പോലെ ഞാൻ വിരലുകൊണ്ടു കളം തീർത്തു നിൽക്കവേ എന്നാണ് ആ കവിത തുടങ്ങുന്നത്. കനവു കണ്ടു ഞാൻ നിന്നെ സുഹൃത്തെ, നിൻ കനലു ചിന്തുന്ന വാക്കിൻ്റെ തീരത്ത്, കടലു കാണുന്ന കുട്ടിയെപ്പോലെ ഞാൻ വിരലു കൊണ്ടു കളം തീർത്തു നിൽക്കവേ. ചടുല വാക്കുകൾ കൊണ്ടെൻ്റെ തോളത്തു മൃദുലമായി കൈകൾ ചേർത്തു നീ പുഞ്ചിരി വിതറി എന്നോട് ചൊല്ലി, നീ സ്നേഹിത താണ്ടിടാൻ കാതമേറെയുണ്ടെന്നുള്ള തോന്നലെന്നെ നയിക്കുന്നതിപ്പോഴും. പ്രളയമാണെനിക്കിന്നീ പ്രപഞ്ചവും പ്രണയവും, നീ പറഞ്ഞു നിർത്തവേ അകലമായുന്ന കടൽ മുഴക്കം കേട്ടു, സമയമായി നമുക്കെന്നു ചൊല്ലി നീ. അപ്പോൾ പുള്ളി ഇങ്ങനെ പോവാം സമയമായി എന്ന് പറഞ്ഞ് തട്ടുമ്പോഴാണ് ഞാൻ ഞെട്ടി ഉണരുന്നത്. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിലീ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി? ഉത്തരമില്ലാത്ത നിന്റെ ചോദ്യങ്ങൾക്കൊരുത്തരം പോലീ പുകച്ചുരുളുകൾ.
പിരിയുവാൻ എന്നിൽ ഒറ്റയ്ക്കു പാതകൾ പണിതു നീ യാത്ര ചൊല്ലി പിരിഞ്ഞു പോയി. ഒരു കൊടുങ്കാറ്റുയർത്തി നീ എരിയുന്ന ചിത, കരിമ്പുക ചുരുളുണർത്തിയിടുന്ന പഴയ തീരത്തിരുന്നു ഞാൻ കാണുന്ന കനവിൽ നീ പുഞ്ചിരിക്കുന്നു പിന്നെയും എന്നാണ് ആ കവിത തീരുന്നത്. ഞാൻ പറയുന്നത് തീർച്ചയായും അതെൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രാത്രി വളരെ പ്രധാനമാണ്. അവൻ്റെ മരണ ദിവസം ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്.